ചാനലുകൾ നോക്കിയാൽ മുഴുവൻ ഇസ്രായേൽ, അമേരിക്ക, ഇറാൻ ഇതെന്താ ലോകാവസാനമായോ? മൊത്തം യുദ്ധമാണല്ലോ, ഇനി എന്ത് സംഭവിക്കും? വളരെ ഭീതിയോടുകൂടിയാണ് ഞാനും നിങ്ങളും കഴിഞ്ഞു പോകുന്നത്. എന്നാൽ 1400 വർഷങ്ങൾക്ക് മുമ്പ് പേർഷ്യ സാമ്രാജ്യം എന്ന് പറഞ്ഞാൽ വളരെ ശക്തമായൊരു സാമ്രാജ്യമായിരുന്നു. അഥവാ ഇറാൻ, അതിൻ്റെ പഴയ പേരാണ് പേർഷ്യ. അമേരിക്ക പോലെ ഒരു ശക്തമായ രാജ്യം. ആ രാജ്യത്തെ ഭരണാധികാരിക്ക് തിരുനബി ഒരു കത്ത് കൊടുത്തയച്ചു. പിന്നീട് ആ കത്ത് ആ രാജാവ് വലിച്ചു കീറിക്കളഞ്ഞു. അത്തരമൊരു ചരിത്രം പേർഷ്യക്ക് ഉണ്ട്. എന്താണ് പേർഷ്യയുടെ ചരിത്രം? നമുക്ക് വിശദമായി നോക്കാം. ഇറാൻ യുദ്ധം വരുമ്പോൾ നമ്മൾ ചെയ്യുന്ന 3 തെറ്റുകളുണ്ട്. ഏതൊക്കെയാണെന്നറിയുമോ? ഒന്ന്, നമ്മൾ പക്ഷം പിടിക്കും. പക്ഷം പിടിച്ച് തെറി വിളിക്കും. ചില ആൾ ഇറാനെ സപ്പോർട്ട് ചെയ്യും, ചില ആൾ അമേരിക്കയെ സപ്പോർട്ട് ചെയ്ത് കമൻറ്റ് ബോക്സിൽ തെറി പറഞ്ഞും നമ്മുടെ സമയം കൊല്ലും. മറ്റു ചില ആളുകൾ വളരെ ഭയപ്പാടിലാണ്. ഭയപ്പെട്ട് BP കൂട്ടുകയാണ്. യുദ്ധം നമ്മളെ കൂടി ബാധിക്കുമോ, നമ്മളെ അത് വലിയ രീതിയിൽ എഫക്റ്റ് ചെയ്യുമോ എന്ന രീതിയിൽ ഭയപ്പെട്ടിരിക്കും. മൂന്നാമത്തെ തെറ്റ്, നമ്മൾ നിസ്സഹായരായിരിക്കും. ഞാനെന്ത് ചെയ്യാൻ, എനിക്കെന്ത് ചെയ്യാൻ കഴിയും? ആ രീതിയിൽ 3 കാര്യങ്ങളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. എന്നാൽ യഥാർത്ഥത്തിൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? അതുകൂടി നമുക്കൊന്ന് പരിശോധിക്കാം. ബഖറയിൽ 216 ആയത്തിൽ ഇങ്ങനെ കാണാം: നിങ്ങളൊരു കാര്യം നന്മയാണെന്ന് വിചാരിച്ചാൽ അത് ചിലപ്പോൾ തിന്മയായിരിക്കും, ഷെറായിരിക്കും. നിങ്ങളൊരു കാര്യം ഷെറാണെന്ന് വിചാരിച്ചാൽ അത് ചിലപ്പോൾ നന്മയായിരിക്കും എന്നാണ് ഈ ആയത്തിൻ്റെ ഒരു സാരാംശം. അപ്പോൾ നമ്മൾ എന്താണ് നല്ലത്, എന്താണ് തിന്മ എന്നത് നമുക്കറിയില്ല. അത് ജഗന്നിയന്താവായ അള്ളാഹുവിന് കൃത്യമായ നിശ്ചയമുണ്ട്. അതുകൊണ്ട് നമുക്ക് ചരിത്രത്തിലൊന്ന് കണ്ണോടിക്കാം. യുദ്ധങ്ങളുടെ കാലത്ത് 1400 വർഷങ്ങൾക്ക് മുമ്പ് ലോകത്തെ സൂപ്പർ പവറുകൾ അമേരിക്ക, റഷ്യ, ചൈന എന്നിവയൊക്കെ പോലെ സൂപ്പർ പവർ 2 സാമ്രാജ്യമായിരുന്നു. ഒന്ന് പേർഷ്യ, ഒന്ന് റോമ സാമ്രാജ്യം. പേർഷ്യ സാമ്രാജ്യത്തിലേക്ക് ഒരു ദൂതനെ നബിത്തങ്ങൾ അയച്ചു. പക്ഷേ അന്നത്തെ രാജാവ്, വളരെ അഹങ്കാരിയായ രാജാവ്, നബിത്തങ്ങളുടെ ആ കത്ത് പിച്ച് ചീന്തുകയാണ് ചെയ്തത്. ആ സമയത്ത് വളരെ സൗമ്യമായി പെരുമാറി. അങ്ങനെ ആ രാജാവ് ആ കറുത്ത് കീറിക്കളയുകയും ആ ദൂതനോട് നിങ്ങൾ അറബികളെല്ലാം എൻ്റെ അടിമകളാണെന്ന രൂപത്തിൽ വിചാരിക്കുകയും അങ്ങനെ പെരുമാറുകയും ചെയ്തു. ഈ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അള്ളാഹുവിനോട് ദുആ ചെയ്തു: ആ പേർഷ്യ സാമ്രാജ്യത്തെയും നീ ചീന്തിക്കളയണേ, എൻ്റെ ഈ കത്ത് ചീന്തിയതുപോലെ. പിന്നീട് നമ്മൾ ചരിത്രത്തിൽ മറ്റൊരു അധ്യായമാണ് കാണുന്നത്. 10 വർഷങ്ങൾക്ക് ശേഷം, അതായത് സയ്യിദന ഉമർ റളിയല്ലാഹുവിൻ്റെ കാലത്ത് പേർഷ്യ സാമ്രാജ്യം അതിൻ്റെ ഭരണാധികാരികളെ ആ ജനങ്ങൾ തന്നെ കൊല്ലുകയാണ് ചെയ്തത്. അങ്ങനെ പേർഷ്യ സാമ്രാജ്യം കഷ്ണം കഷ്ണമായി, ആ കത്ത് പിച്ച് ചിന്തിയതുപോലെ കഷ്ണം കഷ്ണമായി പേർഷ്യ സാമ്രാജ്യം തകർന്നുപോയി. അങ്ങനെ ആ പേർഷ്യ സാമ്രാജ്യം ഇസ്ലാമിൻ്റെ അകത്തേക്ക് വരികയാണ് ചെയ്തത്. ദുആ മതി ഏത് സാമ്രാജ്യത്തിനെയും നിലം പതിക്കാൻ എന്ന് ഈ ഒരു ചരിത്രത്തിലൂടെ നമുക്ക് മനസ്സിലാവുന്നു. പേർഷ്യ സാമ്രാജ്യം അത്ര മോശക്കാരാണോ, പിന്നോക്കക്കാരാണോ? അല്ല. ഇവിടെയാണ് തിരുനബിയുടെ മറ്റൊരു ഹദീസ് നമുക്ക് കാണാൻ കഴിയുന്നത്. ദീൻ സുരയ്യ നക്ഷത്രത്തെക്കാളും ഉയർന്നാലും പേർഷ്യക്കാരായ ചില ആളുകൾ അത് എത്തിപ്പിടിക്കുമെന്ന് തിരുനബിയുടെ ഹദീസിൽ കാണാം. അത് അക്ഷരം പ്രതി പുലരുകയും ചെയ്തു. എത്ര പണ്ഡിതന്മാരാണ് പേർഷ്യയുടെ ആ ഒരു ഭാഗത്തു നിന്ന് ലോകത്തേക്ക് ഉയർന്നു വന്നത്. സയ്യിദന അബൂ ഹനീഫ ഇമാമിനെ പോലെയുള്ള ഒരുപാട് പണ്ഡിതന്മാർ ആ ഭാഗത്ത് നിന്നാണ്, ബഗ്ദാദ്, ആ ഭാഗങ്ങളിൽ നിന്നാണ് ഇസ്ലാമിൻ്റെ ഭാഗമായി പണ്ഡിതന്മാർ. മാത്രമല്ല ഇമാം ബുഖാരി, ഇമാം മുസ്ലിം, ഇമാം തുർമുദി തുടങ്ങിയ നിരവധി പണ്ഡിതന്മാർ ഇസ്ലാമിൻ്റെ വലിയ പണ്ഡിതന്മാരായി മാറി. പേർഷ്യയുടെ ചരിത്രത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്ന മറ്റൊരു ഭാഗം, ഒരു പ്രദേശത്തെ ഭരണാധികാരികൾ മോശമാണെങ്കിൽ ആ പ്രദേശത്തെ മുഴുവനും നമ്മൾ കുറ്റം പറയാനോ അത് നശിച്ചു പോകണമെന്ന് വിചാരിക്കാനോ പാടില്ല. അത് ഇറാനായാലും അമേരിക്കയായാലും അവിടെയെല്ലാം പാവങ്ങളുണ്ട്, അവിടെയെല്ലാം കുട്ടികളുണ്ട്, അമ്മമാരുണ്ട്. അവരെല്ലാം വേദനകൾ നാം മനസ്സിലാക്കണം എന്നുകൂടി ഈ ചരിത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. ഇസ്ലാം എല്ലാവർക്കും ഗുണകാംക്ഷയാണ് നൽകിയത്. അക്രമോത്സുകമായ ഒരു പ്രവർത്തനമായിരുന്നില്ല ഇസ്ലാം മുന്നോട്ട് വെച്ചത്. ഇറാൻ, ഇസ്രായേൽ, അമേരിക്ക യുദ്ധം നടക്കുമ്പോൾ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? നമുക്ക് ചെയ്യാൻ കഴിയുക 3 കാര്യങ്ങളാണ്. ഒന്ന്, ദുആ ചെയ്യുക. ബദറിൽ നബിത്തങ്ങൾ എന്താണ് ചെയ്തത്? യുദ്ധസമയങ്ങളിൽ തിരുനബിയും സഹാബികളും ദുആ ചെയ്ത്, നിസ്കരിച്ച് ദുആ ചെയ്ത് അള്ളാഹുവിലേക്ക് അടുക്കുകയാണ് നിരപരാധികളെ രക്ഷിക്കാൻ. രണ്ടാമതായി നമ്മൾ ചെയ്യേണ്ടത് നീതിയുടെ പക്ഷം ചേരുക എന്നതാണ്. രാജ്യത്തിൻ്റെ പക്ഷത്തേക്കാൾ ഉപരി നീതി ആരുടെ പക്ഷത്താണ്? ആ നീതിയുടെ പക്ഷത്ത് ചേരുകയും അവർക്ക് വേണ്ടി സംസാരിക്കുകയും അവർക്ക് വേണ്ടി നിലകൊള്ളുകയും ചെയ്യുക. മൂന്നാമത്തത്, ഫിത്നയിൽ നിന്ന് മാറി നിൽക്കുക. സോഷ്യൽ മീഡിയയിലും മറ്റുമായി നമ്മൾ അനാവശ്യമായ സംസാരങ്ങളിലേക്കും വാഗ്വാദങ്ങളിൽ നിന്നും മാറി നിൽക്കുന്ന ഒരു ആരോഗ്യകരമായ ചർച്ചകളും സംസാരങ്ങളും മാത്രമാണ്
ഒരു വിശ്വാസിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവേണ്ടത്.